ഒരാളെ സംബന്ധിച്ച് അയാളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു നിലയാണ്. പക്ഷേ ആ നില നമ്മൾ മറ്റുള്ളവരറിയുന്നത് എങ്ങനെയാണ്? അയാളുടെ ശരീരത്തിൽ കൂടിയാണ്, അല്ലേ? അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ രീതി, നമ്മൾ നടക്കുന്ന രീതി, നമ്മൾ നിൽക്കുന്ന രീതി, നമ്മുടെ പോസ്റ്റേഴ്സ്, ഇതെല്ലാം നമ്മുടെ കോൺഫിഡൻസിനെ പുറത്ത് കാണിക്കുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അയാളുടെ കാലുകൾ, അയാളുടെ ജെസ്റ്റേഴ്സ്, അയാളുടെ പെരുമാറ്റ രീതി, സംസാര രീതി എന്നൊക്കെ. ഇതെല്ലാം ആ കോൺഫിഡൻസിനെ വെളിയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട, ഒരു പെർഫോമറെ സംബന്ധിച്ച്, ഒരു പ്രസംഗകനെ സംബന്ധിച്ച്, ഒരു ആക്ടറെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കാലുകൾ നിലത്ത് ഉറച്ചിട്ടാണോ നിൽക്കുന്നത്. അതെ, നമ്മൾ അതേ സംഭവം തന്നെ ഒരു ജീവിതത്തിലാണെങ്കിലും കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ കാലുകൾ നല്ലതുപോലെ സ്റ്റേണായിട്ട് നിലത്തുറച്ചായിരിക്കും നില. പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ നിൽക്കുമ്പോഴാകട്ടെ, അയാളുടെ കാലുകൾ നല്ലപോലെ നിലത്ത് ഉറയ്ക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്റ്റേണായിട്ട് അയാൾ നിൽക്കുന്നുണ്ടോ, സ്റ്റേണായിട്ട് നിന്നുകൊണ്ടാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ഒരു പ്രസംഗകനെ സംബന്ധിച്ചോ ഒരു ആക്ടറെ സംബന്ധിച്ചോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതില്ലാത്തപ്പോൾ ഒരിക്കലും നിലത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ നിലത്ത് ഉറച്ചു നിൽക്കാതെ ഒരാൾക്കൊരു കോൺഫിഡൻസ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ മനസ്സ് മാത്രമല്ല, അയാളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അയാളുടെ കോൺഫിഡൻസിൻ്റെ ഭാഗം